ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്നല്ല, ഈ IDF-ന്റെ അതായത് ഇസ്രായേൽ സേനയുടെ തന്നെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നു. അതിൽ ഇസ്രായേൽ ഒരു സ്കൂളിന് മുകളിൽ വ്യോമാക്രമണം നടത്തി 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു. അത് പാലസ്തീൻ്റെ വാർത്താ ഏജൻസിയെയും അവിടുത്തെ വക്താക്കളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും നൽകിയത്. ഞങ്ങളും ആ വാർത്ത നൽകുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ അതിനൊരു വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുന്നു. ഞങ്ങൾ സ്കൂളിനല്ല വ്യോമാക്രമണം നടത്തിയത്, സ്കൂൾ കോമ്പൗണ്ടിലുള്ള ഒരു കെട്ടിടത്തിന് നേർക്കായിരുന്നു ഞങ്ങളുടെ വ്യോമാക്രമണം. അതിൽ ഈ ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസിൻ്റെ ഭീകര സംഘടനയുടെ ഒരു കമാൻഡർ, ഒരു കമ്പനിയുടെ തന്നെ കമാൻഡർ ഉൾപ്പെടെ 19 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ഈ മറ്റ് വാർത്തകൾ വ്യാജ വാർത്തകളാണ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. അതിൽ വേറെ ഒരു സിവിലിയന്മാർക്കൊന്നും യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിട്ടില്ല. അത് മാത്രവുമല്ല, ഇതിൽ ഞങ്ങൾ വീര്യം കുറഞ്ഞ ഒരു വ്യോമാക്രമണം, അത് കൃത്യമായ ശത്രുവിന്മേൽ പതിക്കുന്ന തരത്തിലായിരുന്നു തങ്ങൾ ഈ വ്യോമാക്രമണം നടത്തിയത്. ഇതിൽ 19 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ 19 പേരും ആ ഭീകര സംഘടനയുടെ ആളുകൾ തന്നെയാണ്. അതിലൊരു മുതിർന്ന കമാൻഡർ ഉണ്ടായിരുന്നു. ആ കമാൻഡറിന് നേതൃത്വമുള്ള ഒരു കമ്പനി കൂടി, ആ ഒരു സംഘം കൂടിയായിരുന്നു ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് ഇസ്രായേലിൻ്റെ സേന ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.